വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള ITI, അത് കേരളത്തിലെ പ്രധാനപ്പെട്ട 104 ഗവൺമെൻറ് ITI സ്ഥാപനങ്ങളോട്ട് അപേക്ഷ നേരത്തെ, അതായത് ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി അവസാനിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും അടുത്ത പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് കൃത്യമായിട്ട് പറയുന്നത്. അതൊരു കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോട്ട് പോകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിലൊന്നാമതായിട്ട് വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ, അതായത് നിലവിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമാണിത്. ഓൾമോസ്റ്റ് വിദ്യാർത്ഥികളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള iti.admission.kerala.gov.in, നിങ്ങൾ നേരത്തെ അപേക്ഷ സമർപ്പിച്ച അതേ വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അതായത് എബൌട്ടിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ITI എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച എല്ലാ ഗവൺമെൻറ് കോളേജുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിലവിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് വിദ്യാർത്ഥികളുടെ, അതായത് ഒരുപാട് പേര് ഈ വർഷം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കാരണം ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒരുപാട് സാധ്യതകളുള്ള വിവിധ ട്രേഡുകളാണ്, അത് വിവിധ കോഴ്സുകളാണ് ITI കോളേജുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ SSLCക്ക് ശേഷം അല്ലെങ്കിൽ +2 ശേഷം മിനിമം യോഗ്യത SSLC. അപ്പോൾ ഈ SSLC യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത്തരത്തിൽ ഈ 104 ഗവൺമെൻറ് കോളേജ്, നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ എല്ലാ കോളേജുകളിലും റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓൾമോസ്റ്റ് ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഗവൺമെൻറ് ITI നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്തും അതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് അറിയിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികളോട് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ ഈ ഗവൺമെൻറ് ITI കേരള എല്ലാ കോളേജിലും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഏത് കോളേജിന് അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ കോളേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും മുകളിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ കോളേജിലും നിങ്ങൾ സമർപ്പിച്ച സബ്ജക്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്കിവിടെ തൊട്ടടുത്ത 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച കോളേജിലെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എത്രാമത് റാങ്ക് ലിസ്റ്റിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, ഏകദേശം റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഏകദേശം 25-ാം തീയതിക്കുള്ളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിനുശേഷം തൊട്ടടുത്ത ദിവസം മുതൽ ഒരു ഏകദേശം 1 വീക്ക് വിദ്യാർത്ഥികൾക്ക്, അതായത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള സെലക്ഷൻ ലിസ്റ്റാണ്, അതായത് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കൂടി ഓരോ കോളേജും പ്രസിദ്ധീകരിക്കും. ഉദാഹരണത്തിന് ഇവിടെ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെൻറ് ITI കോളേജ് ആണെങ്കിൽ ഇവിടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം, അതായത് അപേക്ഷ നൽകിയവരിൽ, അതായത് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് സെലക്ഷൻ ലിസ്റ്റ്, സാധ്യതാ ലിസ്റ്റ് കൂടി ഈ പറയുന്ന ഗവൺമെൻറ് കോളേജ് പ്രസിദ്ധീകരിക്കും. ആ സമയത്ത് ഓരോ കോളേജും, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഓരോ കോളേജും ഈ പറയുന്ന സാധ്യതാ ലിസ്റ്റിൽ, അതായത് അഡ്മിഷൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കോൾ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് SMS മെസ്സേജ് ആയിട്ട് വരും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്, ഇന്നേ കോളേജിൽ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം ഇന്നേ സമയത്ത് നിങ്ങൾ കോളേജിൽ വന്നിട്ട് ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റും, ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ, അതായത് ഏകദേശം പ്രൊഫൈൽ നമ്മൾ അതിൻ്റെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം നിങ്ങൾ കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിക്ക് തന്നെ 4-ൽ കൂടുതൽ അല്ലെങ്കിൽ 2-3 കോളേജിൽ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, കാരണം നിങ്ങളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എത്ര കോളേജിൽ കൊടുത്തിട്ടുണ്ടോ ആ കോളേജിൽ 3-4 കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള സെലക്ഷൻ കോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ഇഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട കോഴ്സ് ഇതാണ്, ആ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. അപ്പോൾ ഒന്നാമതായിട്ട് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികളുടെ സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള കോൾ, അതായത് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായിട്ട് അതത് സമയത്തും വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ അറിയിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. ചില വിദ്യാർത്ഥികളൊക്കെ അഡ്മിഷൻ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നിലവിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലുള്ള റാങ്ക് ലിസ്റ്റും അതേപോലെ സെലക്ഷൻ ലിസ്റ്റും ഉൾപ്പെടെയുള്ള മറ്റു അപ്ഡേറ്റുകൾ കൂടി നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അറിയിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും, ബെല്ലൈക്കൻ മറക്കാതെ നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുക. എഡ്യൂക്കേഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അറിയിക്കുന്ന ചാനലാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.